രാഷ്ട്രീയ വിവാദങ്ങളിൽ നിറയുകയാണ് ലോകകപ്പ്. ഫിഫയുടെ അമേരിക്കൻ അടിമത്തവും ദാസ്യ മനോഭാവവുമാണ് ലോകകപ്പിനെ നാണം കെടുത്തുന്നത്. അമേരിക്കയുടെ ധാർഷ്ട്യവും അവർക്ക് ദാസ്യപ്പണി ചെയ്യുന്ന ഫിഫ എന്ന ആഗോള ഫുട്ബോൾ സംഘടനയുമാണ് പോയ ഒരു മാസക്കാലമായി ലോകം കാണുന്നത്. ഫിഫ പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് അമേരിക്കൻ താരത്തിന്റെ ചുവപ്പ് കാർഡ് പിൻവലിക്കാൻ പറയുന്ന പ്രസിഡന്റ് ട്രംപ് ഈ ലോകകപ്പിലെ ഏറ്റവും ധിക്കാരം നിറഞ്ഞ കാഴ്ചകളിൽ ഒന്നാണ്. ട്രംപിന്റെ നിർദ്ദേശം യാതൊരു ഉളുപ്പുമില്ലാതെ നടപ്പിൽ വരുത്തുന്ന ജിയോവാനി ഇൻഫാന്റിനോ എന്ന ഫിഫ പ്രസിഡന്റ് തന്റെ അമേരിക്കൻ വിധേയത്വം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അമേരിക്ക എന്തു ചെയ്താലും ഫിഫയ്ക്ക് ചോദ്യങ്ങളില്ല എന്നതാണ് ഈ ലോകകപ്പിലെ ദയനീയ ചിത്രം. ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം അതിന്റെ തനിനിറം കാണിച്ചു തുടങ്ങിയിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഫറിമാരിൽ ഒരാളായ സൊമാലിയയുടെ ഒമർ അർത്താനെ മിയാമി വിമാനത്താവളത്തിന് പുറത്തിറങ്ങാൻ പോലും അനുവദിക്കാതെ തിരിച്ചയക്കുകയായിരുന്നു. സൊമാലിയയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം അവരുടെ പൗരന്മാർക്ക് അമേരിക്കയിൽ യാത്രാവിലക്കുള്ളതാണ് തിരിച്ചയക്കാനുള്ള കാരണം. എന്നാൽ കളിയിൽ രാഷ്ട്രീയം കാണരുതെന്ന് പറയാനുള്ള തന്റെ ഇടം ഫിഫയ്ക്കില്ലാതെ പോയി. പകരം തിരിച്ചയച്ച റഫറിയുടെ മുഴുവൻ ശമ്പളവും നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞ് തലയൂരുകയായിരുന്നു ആഗോള ഫുട്ബോൾ സംഘടന. സമാനതകളില്ലാത്ത അപമാനമാണ് ഇറാൻ ടീമിന് യുഎസിൽ നേരിടേണ്ടി വന്നത്. മത്സരത്തിന് തലേ ദിവസം മാത്രമായിരുന്നു ഇറാൻ ടീമിന് അമേരിക്കയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നത്. പരിശീലനം പോലും നടത്താൻ കഴിയാതെ വിമാനമിറങ്ങി നേരെ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരുന്ന ഗതികേടാണ് അവർ അനുഭവിച്ചത്. ഒരു വാക്കുകൊണ്ട് പോലും ഈ അനീതിയെ ചോദ്യം ചെയ്യാൻ ഫിഫ തയ്യാറായില്ല. ഓരോ മത്സരത്തിന് മുൻപും ശേഷവും ഇറാൻ ക്യാപ്റ്റൻ മെഹദി തരേമിയെ വിമാനത്താവളത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നുവെന്ന് പിന്നീട് പുറത്തു വന്നു. ഒരു കുറ്റവാളിയോടെന്ന പോലെയാണ് ഇറാൻ ദേശീയ ടീമിന്റെ നായകനെ അമേരിക്കൻ സെക്യൂരിറ്റി സംവിധാനം കൈകാര്യം ചെയ്തത്. വാർത്തകൾ പുറത്തു വന്നിട്ടും കണ്ട ഭാവം നടിക്കാൻ ഫിഫ തയ്യാറായില്ല. ആഫ്രിക്കൻ ടീമുകൾക്കും സമാന സാഹചര്യം തന്നെയായിരുന്നു നേരിടേണ്ടി വന്നത്. സെനഗൽ, ഘാന ടീമുകളൊക്കെ വിവിധ എയർപോർട്ടുകളിൽ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യപ്പെട്ടു. ഫിഫ പ്രസിഡന്റ് ജിയോവാനി ഇൻഫാന്റിനോ അപ്പോഴും പട്ടേലരുടെ സെന്റിന്റെ സുഗന്ധം മതിയാവോളം ആസ്വദിക്കുകയായിരുന്നു. കിലിയൻ എംബാപ്പയെ പരാഗ്വൻ സെനറ്റർ വൃത്തികെട്ട ഭാഷയിൽ വംശീയമായി അധിക്ഷേപിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. പരാഗ്വൻ ഫുട്ബോൾ ഫെഡറേഷനോട് കാരണം അന്വേഷിക്കാൻ പോലും ഫിഫയ്ക്ക് സമയം കിട്ടിയിട്ടില്ല. അർജന്റീനയ്ക്കെതിരായ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിനിടയിൽ വംശീയ അധിക്ഷേപത്തിന്റെ സൈൻ കാണിച്ചിട്ടും പരിശോധിക്കാൻ പോലും തയ്യാറാകാത്ത റഫറിക്കെതിരെ ഈ നിമിഷം വരെ ഒരക്ഷരം പോലും ഒഴിഞ്ഞിട്ടില്ല ഫിഫയുടെ തമ്പുരാക്കന്മാർ. കളി മാത്രമല്ല, കളത്തിന് പുറത്തെ നെറികേടുകളുടെ രാഷ്ട്രീയം കൂടിയാണ് ഈ ലോകകപ്പ് നമ്മളോട് പറയുന്നത്. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.